നമസ്കാരം. രുചിഭേദത്തിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ റൈസ് ഡിഷായിട്ടാണ് നമ്മൾ അജിതയുടെ വരവ്. റൈസ് ഡിഷല്ല, ശരിക്കും പറഞ്ഞിട്ട് പെർട്ടിക്കുലർ റൈസ്. നമ്മളിപ്പോൾ പുലാവ് റൈസ് കഴിക്കാറുണ്ട്, ഫ്രൈഡ് റൈസ് കഴിക്കാറുണ്ട്, ബിരിയാണി കഴിക്കാറുണ്ട്, സാധാരണ ചോറ് കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരു മിക്സ്ഡ് ഫ്രൈഡ് റൈസാണ് ഇന്നിവിടെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിനാവശ്യമുള്ള ചേരുവകൾ എങ്ങനെയാണ്, ഇതെന്തൊക്കെ ചേർത്ത് എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് അജിതയോട് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ അജിത, ഇന്നൊരു സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് ആണെന്ന് പറഞ്ഞ് ഒരുപാട് ഇൻഗ്രീഡിയൻസും ഉണ്ട്, കുറേ പാത്രങ്ങളുണ്ട്. അപ്പം പല പല ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കേണ്ടി വരും. അപ്പോൾ തുടക്കം നമുക്ക് ചേരുവകളോട് തുടങ്ങാം. തുടങ്ങാം. അപ്പോൾ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 കിലോ റൈസ്, കുറച്ച് പുതിന ഇല, 2 സിലറി, കുറച്ച് കൊത്തമല്ലി ഇല, 1 സവാള, ബീൻസും ക്യാരറ്റും, ചെമ്മീൻ, ചിക്കൻ്റെ അതേപോലെ കൊച്ചു കൊച്ചു പീസസ്, 1/2 കപ്പ് നെയ്യ് വേണം, ഡാൽഡ വേണം, ഗ്രാമ്പു, ഏലക്ക, പട്ട. നമസ്കാരം. രുചിഭേദത്തിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ റൈസ് ഡിഷായിട്ടാണ് നമ്മൾ അജിതയുടെ വരവ്. റൈസ് ഡിഷല്ല, ശരിക്കും പറഞ്ഞിട്ട് പെർട്ടിക്കുലർ റൈസ്. നമ്മളിപ്പോൾ പുലാവ് റൈസ് കഴിക്കാറുണ്ട്, ഫ്രൈഡ് റൈസ് കഴിക്കാറുണ്ട്, ബിരിയാണി കഴിക്കാറുണ്ട്, സാധാരണ ചോറ് കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരു മിക്സ്ഡ് ഫ്രൈഡ് റൈസാണ് ഇന്നിവിടെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിനാവശ്യമുള്ള ചേരുവകൾ എങ്ങനെയാണ്, ഇതെന്തൊക്കെ ചേർത്ത് എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് അജിതയോട് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ അജിത, ഇന്നൊരു സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് ആണെന്ന് പറഞ്ഞ് ഒരുപാട് ഇൻഗ്രീഡിയൻസും ഉണ്ട്, കുറേ പാത്രങ്ങളുണ്ട്. അപ്പം പല പല ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കേണ്ടി വരും. അപ്പോൾ തുടക്കം നമുക്ക് ചേരുവകളോട് തുടങ്ങാം. തുടങ്ങാം. അപ്പോൾ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 കിലോ റൈസ്, കുറച്ച് പുതിന ഇല, 2 സിലറി, കുറച്ച് കൊത്തമല്ലി ഇല, 1 സവാള, ബീൻസും ക്യാരറ്റും, ചെമ്മീൻ, ചിക്കൻ്റെ അതേപോലെ കൊച്ചു കൊച്ചു പീസസ്, 1/2 കപ്പ് നെയ്യ് വേണം, ഡാൽഡ വേണം, ഗ്രാമ്പു, ഏലക്ക, പട്ട, ഉപ്പ്, കുരുമുളക് ചതച്ച് പൊടിച്ചത്, പെരിഞ്ചീരകം, അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും, 2 മുട്ട. അപ്പം തുടക്കം എവിടുന്ന? തുടക്കം ആദ്യം ചോറ് വേവിക്കും, അരി വേവിക്കും. കുക്കറിൽ തന്നെ വേണം അല്ലേ? അപ്പം ഇതിൻ്റെ അകത്ത് ആദ്യം എന്തെങ്കിലും ചെയ്യണ്ട? ഇതിലേക്ക് ആദ്യം നെയ്യ് ചേർക്കാം. നെയ്യ് എത്ര സ്പൂണാണ് വേണ്ടേ? ഒരു 3 സ്പൂൺ. നമസ്കാരം. രുചിഭേദത്തിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ റൈസ് ഡിഷായിട്ടാണ് നമ്മൾ അജിതയുടെ വരവ്. റൈസ് ഡിഷല്ല, ശരിക്കും പറഞ്ഞിട്ട് പെർട്ടിക്കുലർ റൈസ്. നമ്മളിപ്പോൾ പുലാവ് റൈസ് കഴിക്കാറുണ്ട്, ഫ്രൈഡ് റൈസ് കഴിക്കാറുണ്ട്, ബിരിയാണി കഴിക്കാറുണ്ട്, സാധാരണ ചോറ് കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരു മിക്സ്ഡ് ഫ്രൈഡ് റൈസാണ് ഇന്നിവിടെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഇതിനാവശ്യമുള്ള ചേരുവകൾ എങ്ങനെയാണ്, ഇതെന്തൊക്കെ ചേർത്ത് എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് അജിതയോട് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ അജിത, ഇന്നൊരു സ്പെഷ്യൽ ഫ്രൈഡ് റൈസ് ആണെന്ന് പറഞ്ഞ് ഒരുപാട് ഇൻഗ്രീഡിയൻസും ഉണ്ട്, കുറേ പാത്രങ്ങളുണ്ട്. അപ്പം പല പല ഘട്ടത്തിലേക്ക് നമ്മൾ കടക്കേണ്ടി വരും. അപ്പോൾ തുടക്കം നമുക്ക് ചേരുവകളോട് തുടങ്ങാം. തുടങ്ങാം. അപ്പോൾ ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 കിലോ റൈസ്, കുറച്ച് പുതിന ഇല, 2 സിലറി, കുറച്ച് കൊത്തമല്ലി ഇല, 1 സവാള, ബീൻസും ക്യാരറ്റും, ചെമ്മീൻ, ചിക്കൻ്റെ അതേപോലെ കൊച്ചു കൊച്ചു പീസസ്, 1/2 കപ്പ് നെയ്യ് വേണം, ഡാൽഡ വേണം, ഗ്രാമ്പു, ഏലക്ക, പട്ട, ഉപ്പ്, കുരുമുളക് ചതച്ച് പൊടിച്ചത്, പെരിഞ്ചീരകം, അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും
2 മുട്ട. അപ്പം തുടക്കം എവിടുന്നാ? തുടക്കം ആദ്യം വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. ഇതിപ്പിടട്ടെ? കുറച്ച് ഇട്ടേരും. അത് പകുതി ഇട്ടേരും. ഇത്തിരി മതിയോ? അത് പകുതി. ഇതിന് പകുതി അല്ലേ? അപ്പോൾ എടുത്ത് വെച്ചേക്കുന്നതിൻ്റെ പകുതി ഒരു ദിവസം. അത് വലിയ ടേബിൾ സ്പൂൺ തന്നെ എടുക്കാം നമുക്ക്. ഇത് കൂടെ തന്നെ എടുത്തോ. ഇത് ഉരുക്കി എടുക്കണം അല്ലേ? ഇത് കുഴപ്പമില്ലല്ലോ, ഈ നെയ്യും ഇടാണ്ട് എണ്ണ പല പല അതാണ്ട്. ഇനി അണ്ടിപ്പരിപ്പ് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചേക്കുന്ന അണ്ടിപ്പരിപ്പാണ്.